ഹായ്, നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ പ്രോട്ടോടൈപ്പിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് അവിടെ വന്ന ജേർണിയെ കുറിച്ചൊന്നുമല്ല. പ്രോട്ടോടൈപ്പ് കയറുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് കുറച്ചൊക്കെ അവർ വിളിക്കുമ്പോൾ തന്നെ പറയും. എങ്കിലും അറിഞ്ഞുകൂടാന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫിമിഗേഷൻ ടൈമിൽ കൊടുക്കുന്ന പൈസ നമ്മൾ ആദ്യം ഒരു കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കും. ഞാൻ കയറിയപ്പോൾ 10,000 ആയിരുന്നു. ഇപ്പോൾ അതിൽ കൂടി കാണും. ആ എമൗണ്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കോഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ജോലി കിട്ടി പോവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫിമിഗേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഒന്നിത്. പിന്നീട് വരുന്നതാണ് നമ്മൾ ഫിമിഗേഷൻ പാസ്സായി അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്. അത് രണ്ട് രീതിയിലാണുള്ളത്. ചെക്ക് ഉപയോഗിച്ചും പിന്നെ ഒരു മെത്തേഡാണ് അപ്ഫ്രണ്ട് എന്ന് പറയും. അതായത് ഒരു എമൗണ്ട് പറയും. ഇപ്പോൾ ആ എമൗണ്ട് ഫിക്സ്ഡ് അല്ല, ഒരു എമൗണ്ട് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ GST ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് 3 തവണയായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ ഒരു രീതിയാണ് ചെക്ക് കൊടുക്കുന്നത്. അതിൽ നമ്മുടെ 2 ചെക്കും പാരൻസിൻ്റെ ആരാണ് ലോക്കൽ ഗാർഡിയനായിട്ട് നിൽക്കുന്നത്, പാരൻസ് ഓർ സ്പൗസിൻ്റെ 2 ചെക്കും, അതായത് ടോട്ടൽ 4 ചെക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 6 മാസം ഗ്യാപ്പിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതവർക്ക് എടുക്കാനുള്ള അധികാരമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഇൻ കേസ് മുങ്ങുകയോ പൈസ അടയ്ക്കാതെ പോവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ എമൗണ്ട് എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവരുടെ എഗ്രിമെന്റിൽ അവർ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ അഗ്രിമെന്റിൽ പറയുന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പഠിച്ച് ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ ഈ എമൗണ്ട് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അതായത് നമ്മൾ ക്വിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അടുത്ത മെയിൻ കാര്യം. നമ്മളിപ്പോൾ കുറച്ച് വീക്ക് നമ്മൾ പഠിച്ചു, പറ്റുന്നില്ല, നിർത്തിപ്പോയാൽ പൈസ തിരിച്ചു കിട്ടുമോ? കൊടുക്കുന്ന 10 തിരിച്ചു കിട്ടത്തില്ലായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എത്ര വീക്ക് നമ്മൾ പോയിട്ടുണ്ടോ അത്രയും എമൗണ്ട് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതായത് അവരൊരു എമൗണ്ട് പറയുന്നുണ്ട്, ഓരോ വീക്കിനും ഇത്ര എമൗണ്ട് വെച്ചെന്ന് അവർ പറയുന്നുണ്ട്. അത് തുടക്കകാലങ്ങളിൽ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അറിഞ്ഞത് ലാസ്റ്റിലാണ്. കാരണം എനിക്ക് വീക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ ലാസ്റ്റ് വീക്ക്. അപ്പോൾ നല്ലൊരു എമൗണ്ട്, ഏകദേശം 2 lakh അടുപ്പിച്ച് എനിക്ക് അടയ്ക്കണമെന്ന് അവർ പറഞ്ഞു. ബട്ട് ഞാൻ പ്ലേസ്ഡ് ആയതുകൊണ്ട് എൻ്റെ സാലറിയിലെ 15% വെച്ചിട്ടാണ് ഞാൻ അടച്ചത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നീട് വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിവിടെ അടുത്തൊക്കെ റിവ്യൂസ് ആണെങ്കിലും നമ്മുടെ ആരാണോ മെയിൻ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ അടുത്തൊക്കെ മര്യാദയ്ക്ക് പിടിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, ചിലർക്ക് ഉണ്ടായതായിട്ട് നമ്മളൊരു ഒരു കിംവദന്തി കേൾക്കാറുണ്ട്. നമുക്ക് ഇവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിവ്യൂവിനെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് അവർ നമ്മളെ പുറത്താക്കാം, അല്ല നമ്മൾ അവരോട് എന്തെങ്കിലും കശപിശ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിവ്യൂവിനെ ബാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ള സമയത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളൊക്കെ ആയിരുന്നു ഇത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഡൊമൈൻ വിക്കിയിൽ കയറി കഴിഞ്ഞാൽ, അതായത് വെബ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഡൊമൈനാണോ സെലക്ട് ചെയ്തത് ആ ഡൊമൈൻ വിക്കിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലീഡ് കോഡിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ്, വളരെ നല്ലൊരു എവല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രോട്ടോടൈപ്പിൻ്റെ ലീഡ് കോഡിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേനും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. കാരണം ഡെയിലി ബേസിസിൽ അവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ പബ്ലിക് സ്പീക്കിംഗ് ചാലഞ്ച് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം നല്ലൊരു ഡെവലപ്പർ അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോടൈപ്പ് ആസിഫ് അതിൻ്റെ സിലബസ് എല്ലാം നല്ലതാണ്, അതിൻ്റെ ഫങ്ഷണാലിറ്റി നല്ലതാണ്. പക്ഷെ ചില ഇന്റേണൽ കല്ലുകടികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവം ഇല്ലെങ്കിലും പലരും പറഞ്ഞതായിട്ടും പലരുമായിട്ട് സംസാരിച്ചതായിട്ടും എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോട്ടോടൈപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫിമിഗേഷൻ. നിങ്ങൾക്ക് ഫിമിഗേഷൻ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കൊണ്ട് പറ്റൂല്ല എന്നുള്ളത്. അങ്ങനെ പറ്റത്തില്ല എന്ന് ഏതെങ്കിലും സ്പോട്ടിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പോകരുത്, പിന്നെ കയറി കഴിഞ്ഞ് പെട്ടുപോകത്തേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ.
കാരണം എനിക്ക് കയറുന്നതിനിപ്പുറം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ അത്രയും എമൗണ്ട് അടയ്ക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്കുണ്ടായിരുന്നില്ല. കയറി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഫ്യൂമിഗേഷൻ പാസ്സായി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ നിർത്തിപ്പോകുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.